ഒരുപാട് ദിവസമായി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു പ്രജ്വൽ റേവണ്ണയുടെ അറസ്റ്റ്. അദ്ദേഹം എന്തായാലും അകത്തായി. അപ്പോൾ അതിനുശേഷമുള്ള ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അരുൺ ഭൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ ഭൂപ്പറമ്പ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പ്രജ്വൽ റേവണ്ണ അറസ്റ്റിലേക്ക് പറന്നിറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ബാക്കി വിവരങ്ങൾ? SKN ഗുഡ് മോർണിംഗ്. തീർച്ചയായും അതായത് 33 ദിവസത്തെ വിദേശത്തെ ഒളിവ് ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് പ്രജ്വൽ റേവണ്ണ ഇന്നലെ രാത്രി ബംഗളൂരുവിൽ തിരിച്ചെത്തിയത്. 12:48 മ്യൂണിക്കിൽ നിന്നുള്ള വിമാനം ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയത്. നിമിഷങ്ങൾക്കകം തന്നെ ഇമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് പ്രജ്വൽ റേവണ്ണയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ പ്രജ്വലിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അല്പസമയത്തിനകം ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ SIT ഓഫീസിന് മുന്നിലാണ്. ഇവിടെയാണിപ്പോൾ ഈ ഓഫീസിനകത്താണ് ഇപ്പോൾ പ്രജ്വൽ റേവണ്ണ ഉള്ളത്. ഇന്നലെ രാത്രി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നേരെ ഈ SIT ഓഫീസിലേക്കാണ് പ്രജ്വലിനെ കൊണ്ടുവന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് പ്രജ്വലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചായിരിക്കും ഏകദേശം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ പ്രജ്വലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും പറയുന്നത് ഈ കേസിൽ ഒട്ടനവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ അന്വേഷണത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രജ്വലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങുക എന്ന് തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം അതായത് ശാസ്ത്രീയമായും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രജ്വലിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ പകർത്തിയത്, അതായത് ചിത്രീകരിച്ചത് പ്രജ്വലിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ്. ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ എന്ന സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അന്വേഷണ സംഘം പ്രജ്വലിന്റെ ഫോണ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് വിശദമായി പരിശോധിക്കും. അതോടൊപ്പം തന്നെ പ്രജ്വലിനെ ചോദ്യം ചെയ്താൽ അതായത് നിലവിൽ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രജ്വൽ ഏകദേശം 3 വർഷത്തോളമായി ഇത്തരത്തിൽ നിരവധി തവണയായി 200-ലധികം സ്ത്രീകളെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ 3000-ഓളം ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പ്രജ്വലിൽ നിന്ന് വിശദമായി ചോദ്യം ചെയ്ത് അതിൽ മനസ്സിലാക്കുക എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കടമ്പ. നിലവിലെ അന്വേഷണത്തിൽ 3 പരാതികൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ആ പരാതികൾ കൃത്യമായി ഈ പീഡനത്തിനിരയായവർ മൊഴി നൽകാത്തുൾപ്പെടെ സാഹചര്യം, അങ്ങനെ ഒരു പ്രതിസന്ധി നിലവിലുണ്ട്. അതുകൊണ്ട് പ്രജ്വലിന്റെ ചോദ്യം ചെയ്യൽ എന്തായാലും നിർണായകമായിരിക്കും. ഇന്ന് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമേ ഉണ്ടാകൂ. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും ഇതിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. നമുക്കറിയാം, വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിയൊരുക്കിയ ഒരു കേസ് കൂടിയാണ് പ്രജ്വൽ റേവണ്ണയുടെ കേസ്. ഒരു നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് അതായത് കർണാടകയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ് ഈ പെൺഡ്രൈവുകളിലാക്കി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇങ്ങോട്ട് ഇത് വലിയ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ച, അത് പിന്നീട് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുന്ന സാഹചര്യമുണ്ടായി. പ്രജ്വൽ ആദ്യഘട്ടത്തിൽ 2 തവണയായി കീഴടങ്ങുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിൽ BJPയുടെ ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആ ഘട്ടത്തിൽ കീഴടങ്ങാതിരുന്നത് എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രജ്വൽ കീഴടങ്ങിയത്, ഇപ്പോൾ ഈ ബംഗളൂരുവിൽ തിരിച്ചെത്തിയിട്ടുള്ളത് എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഈ കേസിൽ നിർണായകമായിട്ടുള്ള അറസ്റ്റ് നടന്നു കഴിഞ്ഞു. അതിൽ ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അരുൺ ഭൂപ്പറമ്പയാണ് ബാംഗ്ലൂരിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.